ിന്റെ സന്തത സഹചാരിയായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് സുരേഷ്. അദ്ദേഹം ഇപ്പോൾ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ജനനായകനാണ്, ജനങ്ങൾക്കിടയിൽ ജീവിച്ച് മരിച്ച ഒരു നേതാവാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു യാത്രയപ്പാണ്. ആദ്യം തുടക്കത്തിൽ ആൾ കുറവാണെങ്കിൽ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പോയിന്റ് കഴിയുമ്പോൾ. തീർച്ചയായിട്ടും VS ഒരു ജനകീയ നേതാവാണ്. നിങ്ങൾക്കറിയാം, അത് കേരളത്തിൻ്റെ ജനങ്ങൾ ഇപ്പോൾ ആബാലവൃതം ആ വാക്ക് തന്നെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് കുട്ടികൾ ഉൾപ്പെടെ, മുതിർന്നവരുൾപ്പെടെ, ചെറുപ്പക്കാർ. ഇന്നലെ നിങ്ങൾ AK സെൻറ്റർ കണ്ടതാണ്. AK സെൻറ്ററിൽ രാത്രി 1:30 മുദ്രാവാക്യം വിളിക്കുന്ന ക്ഷുഭിത യുവനങ്ങളാണ്. ഇപ്പോൾ അത് VSൻ്റെ ഒരു ജനകീയതയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് VS സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത സഖാവാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു രാജകീയമായിട്ടുള്ള ഒരു യാത്രയപ്പാണിത്. VS അത് ജനകീയ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ജനപിന്തുണയാണ്. ഒരിക്കലും ആ ജനപിന്തുണ കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന ജനങ്ങളാണ്. നിങ്ങളിപ്പോൾ 6 കിലോമീറ്ററാണ് ഉള്ളത് ശ്രീകാര്യത്തിലേക്ക്. 2 മണിക്ക് ബോഡി എടുത്തതാണ്. ഇപ്പം 3 മണിക്കൂർ 3.25 മണിക്കൂറായി ഇവിടെ VS എത്തിയിട്ടില്ല. MA ബേബി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇതൊരു യുഗാന്ത്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് VSന്റെ വേർപാടിലൂടെ. അക്ഷരാർത്ഥത്തിൽ ഒരു യുഗാന്ത്യമാണ്. ഇങ്ങനൊരു നേതാവ്, പണ്ട് മഹാത്മാഗാന്ധിയെ കുറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇങ്ങനൊരു ഒരാൾ, ഇങ്ങനൊരു മജ്ജയും മാംസമുള്ള ഒരാൾ ജീവിച്ചിരുന്നു എന്ന് അടുത്ത തലമുറ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം VSനെ കുറിച്ച്. അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മേഖലയായിട്ട് എടുത്തതാണ് രാഷ്ട്രീയ നേതാക്കൾ. പക്ഷേ പരിസ്ഥിതി രാഷ്ട്രീയം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ എടുത്തിട്ടുണ്ടോ? VSനെ പോലെ ഹരിത രാഷ്ട്രീയം എടുത്തിട്ടുണ്ടോ? അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനെതിരായിട്ട്, കോറി മാഫിയക്കെതിരായിട്ട്, അങ്ങനെ സർവ്വ മാഫിയകൾക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നടത്തിയ ആളാണ് VS. അങ്ങനെ അതിന് പുറമെ നിങ്ങൾക്കറിയാം എൻഡോസൾഫാൻ വിഷയം കാസർഗോഡ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ആ കാസർഗോഡ് ആ അത്രയും നരകയാതന അനുഭവിക്കുന്ന ജനങ്ങളെ കാണാൻ പോയിട്ടുണ്ടോ? VS ആണ് കാണാൻ പോയത്. ആ VS സ്വാഭാവികമായിട്ടും ജനകീയനായതിൽ അത്ഭുതമില്ല. ഈ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പാർട്ടിക്കുള്ളിലായാലും ഒറ്റയ്ക്ക് നിന്ന് പോരാടി പലപ്പോഴും പാർട്ടിയെ പോലും തിരുത്തുന്നതിന് കാരണക്കാരനായി തീർന്ന ഒരു വ്യക്തിയായിരുന്നു VS എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് പാർട്ടിക്കകത്ത് ഒരുപാട് പോരാട്ടങ്ങളും ഉൾപാർട്ടി ചർച്ചകളും നടന്നിട്ടുണ്ടാവും. നമുക്കത് പ്രാപ്യമല്ല. നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾക്ക് അത് അറിയില്ല, എന്നെ പോലുള്ള സാധാരണക്കാർക്ക് അറിയില്ല. പക്ഷെ ആ പാർട്ടിക്കകത്തുള്ള തെറ്റുകൾ കണ്ടാൽ, പാർട്ടിക്കകത്തായാലും പുറത്തായാലും തെറ്റുകൾക്കെതിരെ, അനീതിക്കെതിരെ, സ്ത്രീ പീഡകർക്കെതിരെ, അങ്ങനെ ഏത് തരം അനീതി സമൂഹത്തിൽ ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ VSൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവും, VSൻ്റെ ഒരു എതിർശബ്ദമുണ്ടാവും. നമുക്കറിയാം, എത്രയോ സ്ത്രീകൾ VS ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊരു രക്ഷകർത്താവ് ഉണ്ടല്ലോ എന്ന് പറയുന്ന എത്രയോ സ്ത്രീകളെ നമുക്കറിയാം. തീർച്ചയായിട്ടും എംബ്ലവരിമ മാത്രമല്ലല്ലോ, ഈ സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുന്ന കേരളത്തിൽ ആ സ്ത്രീ പീഡകർക്കെതിരെ എരയെ കയ്യാമം വയ്ക്കുന്ന പറയാൻ ധൈര്യം കാണിച്ചൊരു രാഷ്ട്രീയ നേതാവ് സാഹു VS മാത്രമാണ്. ഇനിയിപ്പോൾ ആലപ്പുഴയിൽ ഒരുപക്ഷെ ഒരു ജനസാഗരം തന്നെ ആയിരിക്കും നാളെ ദർശിക്കാൻ. നമുക്ക് സങ്കല്പിക്കാം, നമ്മുടെ കയ്യിലല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റും പാർട്ടി സംവിധാനങ്ങളാണ് ഇത്തരം ഇപ്പോൾ ഈ യാത്രയപ്പിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജനങ്ങൾ ആകെ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ജനങ്ങളെ VSന് കാണിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എത്ര മണിക്ക് നീ ആലപ്പുഴ എത്തുന്നുള്ളത് നമുക്ക് പ്രവചനാതീതമാണ്.